2017 എന്ന ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ നമ്മൾ ചിന്തിക്കേണ്ടിയ ഒരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരു ഭാവന ഞാൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു പ്ലെയിനിലിരിക്കുകയാണെന്ന് ഭാവന കാണുക. അടുത്തിരിക്കുന്നയാള് എയർപോർട്ടിന്റെ അടുത്തുള്ള വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കണ്ടിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഭയങ്കര വില വരുന്ന ഫ്ളാറ്റ് സമുച്ചയമാണ്, ഇത് ആരുടെയാണ്? നിങ്ങളുടെ സ്വന്തം ഫ്ളാറ്റ് സമുച്ചയമാണെന്ന് നിങ്ങൾ ഭാവന കാണുക. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് എന്റെയാണ്. അപ്പൊ അദ്ദേഹം നിങ്ങൾ വളരെ അഭിനന്ദിക്കുക, കാരണം നിങ്ങൾ ശതകോടീശ്വരനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്ലെയിൻ പതുക്കെ അങ്ങ് റൺവേയിലൂടെ നീങ്ങി തുടങ്ങി. പ്ലെയിൻ അങ്ങ് മേളിലേക്ക് പൊങ്ങി. അപ്പോഴാണ് സർപ്രൈസിംഗ്ലി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്, അതുവരെ നിങ്ങളുടെ ഫ്ളാറ്റ് സമുച്ചയം വലുതായിട്ട് കണ്ടുകൊണ്ടിരുന്നത് പ്ലെയിൻ അങ്ങ് പൊങ്ങിക്കഴിയും തോറും ഇത് ചെറുതായി ചെറുതായി വരിക. ഇതെന്താ അങ്ങനെ? കുറച്ചും കൂടെ പൊങ്ങിക്കഴിഞ്ഞപ്പം അതാ അവിടെ എവിടെ എങ്ങാണ്ടായിരുന്നല്ലോ, കാണാൻ പോലും ഇല്ല. അത് കുറേയും കൂടെ ഉയരത്തിലേക്ക് പ്ലെയിൻ പൊങ്ങിക്കഴിയുമ്പം നിങ്ങളുടെ ഫ്ളാറ്റ് സമുച്ചയം എവിടെയാണെന്ന ഐഡന്റിഫിക്കേഷൻ പോലും ബുദ്ധിമുട്ടാണ്. ഈ ആത്മീകമായിട്ട് നമ്മൾ ഉയരും തോറും, അതായത് ദൈവത്തോട് അടുക്കും തോറും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഉയർച്ച ലഭിക്കും തോറും ഈ ഭൂമിയിലെ നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ കണ്ണിൽ ചെറുതായി ചെറുതായി വരാൻ തുടങ്ങും. 2017 അതിന്റെ ആരംഭം കാണുമ്പം ഇതിന്റെ അവസാനം കാണുമെന്ന് നമുക്കറിയാമോ? ഒരു ലോകയുദ്ധം 2017 ഉണ്ടാവില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യൂറോപ്യൻ യൂണിയൻ ശിഥിലമാകുകയല്ലേ? സിറിയയെ സംബന്ധിച്ചുള്ള പ്രശ്നം ഒരു ലോകയുദ്ധത്തിലേക്ക് വരെ നയിക്കുമെന്നല്ലേ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നേ? ജർമ്മനിയില് ചാൻസലറിനെതിരെയല്ലേ പടപൊരുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര്? ഭയങ്കര പ്രശ്നങ്ങൾ ലോകത്താകമാനം. സമാധാനം വേണം. സമാധാനം കൊടുക്കാൻ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. 3.5 വർഷം പുള്ളി സമാധാനം കൊടുക്കും. അദ്ദേഹത്തിന്റെ പേരാണ് എതിർ ക്രിസ്തു. എല്ലാം സെറ്റായിരിക്കുക. പണ്ടൊക്കെ നമ്മള് മുദ്രയേറ്റില്ലെങ്കിൽ വിൽക്കാനും വാങ്ങാനും പറ്റില്ല എന്നൊക്കെ പറയുകയും വായിക്കുകയും ചെയ്യുമ്പം വെളിപ്പാട് ദിവസം 13 കാര്യം ഞാനീ പറയുന്നത്. ആളുകൾ പറയുന്നത് അങ്ങനെയൊക്കെ ഒരു ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റൂ, ജനാധിപത്യ വ്യവസ്ഥ ഇതൊക്കെ നടക്കുമോ? അപ്പൊ ഇന്ന് ഒരു ഭരണാധികാരി നമ്മുടെ കയ്യിലുള്ള നോട്ട് മുഴുവൻ അസാധുവാക്കിയിട്ട് നമ്മളെ മുഴുവനും ക്യൂ നിർത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഒരൊറ്റ പ്രഖ്യാപനം മതി, ഇതൊക്കെ നടക്കും. എല്ലാം വെൽ സെറ്റ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. ഇനി നമ്മളെല്ലാം ഇവിടെയുള്ള സകലവും വിട്ട് അവിടെ ചെന്ന് നിൽക്കണം. അവിടെ ഒരു ദിവസം പുസ്തകങ്ങൾ തുറക്കും. അതിലെഴുതിയതിനൊത്തവണ്ണം അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടാകും. ഇങ്ങനെയൊന്ന് ഭാവന കണ്ടേ. നിങ്ങൾക്ക് ദൈവം തന്ന ആയുസ്, സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം, സമയം, ഇത് മുഴുവനും നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് അവിടെ ചെന്ന് നിൽക്കുക. ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഇത് മുഴുവൻ അങ്ങ് കാണിക്കുമ്പം മുട്ടാടിപ്പോവും. കാരണം എന്താണെന്നറിയാമോ? കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കിട്ടിയ സമയം മുഴുവനും വിനിയോഗിച്ച് തോട്ടങ്ങൾ നേടാൻ, സമ്പത്ത് സ്വരുക്കൂട്ടാൻ, 4 തലമുറയ്ക്കുള്ളതിലപ്പുറം നേടിയിട്ടും പോരാ. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഈ വർഷം തീരുന്നതിന് മുമ്പേ കാഹളം തുനിച്ചാൽ, അല്ല ഈ ആയുസ് തീർന്നു പോയെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രതിഫലം വാങ്ങത്തക്കവണ്ണം കയ്യിൽ എന്തുണ്ട്? പ്രവൃത്തി മുഴുവനും തീയിലൂടെ ശോധന ചെയ്യും. പുല്ല്, വൈക്കോൽ, മരം വെന്തുപോകും. പുതിയ വർഷത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. നശിച്ചു പോകുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക. ട്രാക്ട് എടുത്തുകൊണ്ട് ഇറങ്ങങ്ങോട്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് കയ്യിൽ ട്രാക്ട് കരുത്. ദൈവം കൊണ്ടുതരുന്ന സുഹൃത്തുക്കളോടും ദൈവം അടുത്ത് കൊണ്ടുതരുന്ന ആളുകളോടും സുവിശേഷം പറയുക. നിത്യതയിൽ എന്തെങ്കിലും സ്വരൂപിക്ക്. കാലം തികഞ്ഞു, ദൈവരാജ്യം അടുത്തിരിക്കുന്നു. റീപ്രയോറിറ്റൈസ് ചെയ്യാം. നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഗോഡ് ബ്ലസ് യു.